നമസ്കാരം. വിനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ ഈ വിശകല ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ട്, ചേച്ചി എന്നൊന്നും വിളിക്കാൻ കൊള്ളത്തില്ല, അത്രത്തോളം വിഷമാണ് ഈ ഒരു സാധനം. കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ളൊരു സാധനമാണ്. വിഷവും കോലവും രൂപമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം കാളകൂട വിഷമാണ് ഈ ഒരു സാധനം എന്നുള്ളത്. പല പ്രാവശ്യവും വിഷം വമിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ പല വേദികളിലും പോയി ഇവർ നടത്തിയിട്ടുണ്ട്. തിരുവല്ലയിലും സമാനമായിട്ടുള്ള ഒരു പരിപാടി ഇവർ നടത്തി. ഇപ്പം നമ്മൾ BJP കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവരോട് ഒരു പ്രത്യേകതരം സ്നേഹവും വാത്സല്യവും ആദരവും ഒക്കെ കാണിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണല്ലോ ഇവർ. കാരണം അതിനകത്തേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു വരുന്നുണ്ട്. കുറേ മണ്ടന്മാരും പൊട്ടന്മാരൊക്കെ ഇപ്പം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. വെല്ലുവിളികളുടെയൊക്കെ വലിയൊരു ഉസ്താദാണല്ലോ ഈ PC ജോർജിനെ പോലുള്ള ചില ഊളകൾ. അപ്പം ഇവർ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില അഭിമുഖത്തിൽ നിന്ന് നമ്മൾ കണ്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ PC ജോർജിൻ്റെ മകനടക്കം ഒരു വാർത്തയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഈ ക്രൈസ്തവരെ മുഴുവനും ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും. കാരണം ഇവിടെ BJP എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അതൊന്നും അല്ല. സത്യത്തിൽ ഈ ക്രൈസ്തവരോട് ഇത്രയധികം സ്നേഹമുള്ളവർ വേറെ ഇല്ല. കാരണം നമ്മൾ കണ്ടതാണല്ലോ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ അന്തപ്പുരങ്ങൾ കയറി നിരങ്ങി നടന്ന് വീഞ്ഞും അപ്പവും കേക്കും ഒക്കെ തിന്നിട്ട് ഏമ്പക്കവും വിട്ട് പോയ ചില നേതാക്കന്മാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചില വാർത്തകളൊക്കെ ഇതിനിടയ്ക്ക് തന്നെ വന്നിരുന്നു. ഈ വിഷം വമിക്കുന്ന മറ്റൊരു വിഷജന്തുവാണല്ലോ ഈ RB ബാബു. അദ്ദേഹം നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതിനെതിരെ കമ എന്നൊരു അക്ഷരം മിണ്ടാൻ പോലും ഈ പറയുന്ന സമുദായത്തിൻ്റെ ഉന്നമനത്തിനും സമുദായത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് വന്ന് വീണതെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാർ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളത് ലജ്ജാകരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷം വമിക്കുന്ന അല്ലെങ്കിൽ കാളകൂട വിഷമായിട്ടുള്ള ഈ വിശകല എന്ന് പറയുന്ന ഈ ഒരു സാധനം പല വേദികളിലും മുസ്ലിം സമുദായത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ക്രിസ്സംഖ്യകളല്ലാത്ത നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളും സഹോദരികളും ഈ ഒരു വീഡിയോ അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട്, ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊന്ന് കാണട്ടെ ഈ വീഡിയോ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. 1950 ശബരിമല ക്ഷേത്രം കത്തിയതല്ല, നമുക്കറിയാം കത്തിച്ചതാണ് എന്നുള്ളത്. തിരുവല്ലക്കാർക്ക് ഞാൻ പറഞ്ഞു തരണ്ട. ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അഗ്നിതാണ്ഡവത്തിന് മുന്നില് ശ്രീകോവിലും വിഗ്രഹവുമെല്ലാം കത്തിയമർന്നു. അന്നത്തെ ശരാശരി ഹിന്ദു പൂജാമുറികളിലും ക്ഷേത്രങ്ങളിലും നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാന്ന്. അയ്യപ്പൻ വാടക ഗുണ്ടേ പോലെ ടെൻഡർ ഏറ്റെടുക്കാൻ തുടങ്ങാത്തതുകൊണ്ട് ആരുടെയും കയ്യൊന്നും വെട്ടിയില്ല. അർജുന, നീ ആയുധം എടുക്കാൻ ഞാൻ തേർതെളിക്കാം എന്നാ ഹിന്ദുവിനോട് പറഞ്ഞത്. അത് അല്ലാതെ നീ അവിടെ നാമം ചൊല്ലിയിരുന്നോ, പണിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത്. നീ ആയുധം എടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം. ഇത് മറന്ന ഹിന്ദു അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പറഞ്ഞപ്പോ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പക്ഷെ നേരത്തെ സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അതേ ശബരിമല ക്ഷേത്രത്തിന്റെ പൂങ്കാവനത്തിൽ നിലയ്ക്കലിൽ കുരിശു പൊട്ടി മുളച്ചപ്പോ അന്നത്തെ ഹിന്ദു അയ്യപ്പാ അവന് വേണ്ടത് കൊടുക്കപ്പാ എന്ന് പ്രാർത്ഥിച്ചില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് അനുഗ്രഹം നേടിക്കൊണ്ട് ഹിന്ദു തന്നെ ഇറങ്ങി. സർവമാന ഹിന്ദുവും ഒരുമിച്ച് രംഗത്തിറങ്ങിയപ്പോ ആ കുരിശ് അവിടെ നിന്ന് പിഴുതെറിയാനും നാഴികകൾക്കപ്പുറത്ത് ആങ്ങാമൊഴിയിലേക്ക് അത് വലിച്ചെറിയുവാനും ഹിന്ദുവിന് സാധിച്ചുവെങ്കിൽ അത് കാലം സമ്മാനിച്ച കരുത്തല്ല, മറിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഹിന്ദു സമൂഹത്തിനുണ്ടാക്കിയെടുത്ത സംഘടിത ബലവും ആത്മബലവുമാണ് ഇത്തരത്തിൽ പെരുമാറുവാൻ ഹിന്ദു സമൂഹത്തിന് ധൈര്യം പകർന്നു തന്നത്. നക്കിക്കൊല്ലുന്ന മതം മാറ്റക്കാരാണ്. തിരുവല്ലക്കാർക്ക് തീരെ അപരിചിതമല്ല ആ സംഗതി എന്നെനിക്കറിയാം. ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ വസ്തുതയാണത്. പക്ഷേ നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ച് മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനെ നമുക്ക് ഇഷ്ടമാണ്. സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്, ആയിക്കോട്ടെ, എടുത്തോളൂ, ഞങ്ങൾക്ക് വേണ്ട. ദൈവരാജ്യവും നിങ്ങൾക്കുള്ളത്, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടൂടെ? സ്വർഗവും ദൈവരാജ്യവും ഒന്നും ഒറ്റയ്ക്ക് പോവാല്ലോ. ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവർക്ക് സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ?
ഈ ബസ് നേരെ സ്വർഗത്തിലേക്കാണ്. ലിമിറ്റഡ് സ്റ്റോപ്പും കൂടി അല്ല, നോൺ സ്റ്റോപ്പാണ്. കേറും 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 എന്ന് പറഞ്ഞിട്ട് ആളെ വലിച്ചോണ്ട് പോകുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന സംശയം, ഇവർക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പേടിയുണ്ട് എന്നാണ്. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? ഹിന്ദു ഉണ്ടെങ്കിലല്ലേ മതേതരത്വം നടക്കുള്ളൂ. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? അതുകൊണ്ടായിരിക്കാം ഹിന്ദുവിനെ നേരെ വലയെറിഞ്ഞു പിടിക്കാനുള്ള ശ്രമം നടത്തണത് എന്നുള്ളതാണ് വ്യക്തിപരമായ ഒരു അഭിപ്രായം. അത് നിർത്താനൊരു വഴിയുണ്ട്. നമ്മളിറങ്ങുക. ഈ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അതിനുള്ള ശേഷി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം. നമ്മളിറങ്ങുക. ഇതേപോലെ കുറച്ചു കാലത്തേക്ക് നമ്മളും അല്ലേ കൊരങ്ങന്മാരെ പോലെ രാമാവതാര സമയത്ത് പറഞ്ഞിട്ടില്ലേ, കൊരങ്ങന്മാരാവാൻ പറഞ്ഞു ദേവന്മാരോടും ഋഷിമാരോടും. എന്താ കൊരങ്ങന്മാരുടെ പ്രത്യേകത? ഇങ്ങനെ എങ്ങനെയാണോ സമൂഹം പ്രതികരിക്കുന്നത് അങ്ങോട്ട് അതേപോലെ പ്രതികരിക്കും. ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കും, ഇങ്ങോട്ട് നമസ്തേ പറഞ്ഞാൽ അങ്ങോട്ട് നമസ്തേ പറയും, ഇങ്ങോട്ട് എറിയണമെങ്കിൽ അങ്ങോട്ട് എറിയും. അതാണല്ലോ കൊരങ്ങന്മാര്. അങ്ങനെ ശ്രീരാമനെ സഹായിച്ച വാനരപ്പടയെ പോലെ കുറച്ചു കാലം ഇങ്ങോട്ട് എങ്ങനെയാ പെരുമാറുന്ന വെച്ചാൽ അതേ നാണയത്തിൽ അങ്ങോട്ടും പെരുമാറാൻ പറ്റണ വിധത്തില് നമ്മളൊന്ന് ഇറങ്ങിയൊക്കെ ഇടവഴിയാന്തരം വീടാന്തരം കേറിയിട്ട് ഒരു 4 കച്ചവടം ഉറപ്പിച്ച് അവിടെ തന്നെ നിയമം മൂലം മതം മാറ്റം നിരോധിക്കും. ഹിന്ദു ഒരു 10 ആളെ മാറ്റിയെടുത്താൽ തന്നെ സർക്കാർ നിയമം കൊണ്ടുവരും, മതം മാറ്റം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. നമ്മളാരും ചെവി കൊടുക്കില്ല, കാരണം നമ്മളാരും പാപികളല്ലല്ലോ. അതുകൊണ്ട് നമ്മളാരും ചെവി കൊടുക്കാറില്ല. പക്ഷെ അന്ന് കളി ഉത്സവ പറമ്പിലായിരുന്നു എങ്കിൽ ഇപ്പൊ കളി ആശാന്റെ നെഞ്ഞത്തേക്ക് കയറൽ തുടങ്ങിയിരിക്കുന്നു. നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന മിടുക്ക്, ക്ഷേത്രങ്ങളത്തെ അത്രയും കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുത്ത ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മിടുക്കാണത്. തിരുപ്പതി ദേവസ്വത്തിലെ ജീവനക്കാരില് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം നമുക്ക് എത്ര പേർക്കറിയാം? അതാണ് സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മിടുക്ക്. ഹിന്ദു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടുമ്പോ അവന്റെ അമ്പലത്തിൽ ജോലി ചെയ്യുന്നത്, ഹിന്ദുവിന്റെ ചില്ലാനങ്ങളെ കൊണ്ട് ശമ്പളം വാങ്ങുന്നത് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം ഹിന്ദുവിനെ കണ്ണു തുറപ്പിക്കണ്ടേ? നാളെ മതേതരത്വ ഭാരതത്തിൽ സാധിക്കൂ അങ്ങനെ? അപ്പൊ ദേവസ്വത്തിന്റെ വാതിലുകൾ കൂടി ഹിന്ദുവിന് മുന്നിൽ അടയ്ക്കപ്പെടുന്നു. ശബരിമലയിലും ഗുരുവായൂരും കാടാമ്പുഴയും വൈക്കത്തും ഒക്കെ കോടികൾ വന്നണയുമ്പോഴും ഹിന്ദുവിന്റെ പട്ടിണി തേടിക്കൊണ്ട് അരിയും പയറും പാൽപ്പൊടിയും വീശി അവന്റെ കഴുത്തിൽ കുരിശു തൂക്കാൻ ഒരു വിഭാഗത്തിന് പാഞ്ഞു നടക്കാൻ കഴിഞ്ഞിരുന്നത് ഈ കാശ് സർക്കാരിലെത്തുന്നത് കൊണ്ടാണ്. അന്നും അഹിന്ദുക്കളുടെ ദേവാലയം സർക്കാരിന് ഭരിക്കണ്ട, വരുമാനം സർക്കാരിന് എടുക്കണ്ട. അപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനിരിക്കുന്ന ക്രൈസ്തവർക്കുള്ള ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷം വമിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമാണ് ഈ ഒരു സ്ത്രീ എന്ന് പോലും നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആ സ്ത്രീ ജന്മങ്ങൾക്ക് തന്നെ അപമാനമായി പോകും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PC അണ്ണനെ പോലുള്ള ആൾക്കാരും അനിൽ ആന്റണിയെ പോലുള്ള ആൾക്കാരും ഈ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എത്രത്തോളം ഉണ്ട് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്നുകൂടെ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു നമ്മുടെ വിശകല ടീച്ചർ. അങ്ങോട്ട് മനസ്സിലാക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഷിറ്റണ്ണനും ഇതുപോലെ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. എന്തായാലും പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ള ഉറപ്പോടുകൂടി അങ്ങോട്ട് പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.